തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ ആർ സുഗതനെ അയോഗ്യതയിൽ നിന്ന് രക്ഷിക്കാൻ കത്ത് നൽകിയ സംഭവത്തിൽ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്രയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കേരളത്തിന്റെ നീതിബോധത്തിന് നേരെ വിരൽ ചൂണ്ടിയ ഒരു വാർത്ത. എന്തിനാണ് ചിത്രയെ സസ്പെൻഡ് ചെയ്തത്? തന്റെ ജോലിയല്ലേ അവർ ചെയ്തത്? അതിനുള്ള ഉത്തരം ഇങ്ങനെ: വകുപ്പ് മന്ത്രിയുടെ കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു. അത് മറികടന്നുകൊണ്ടാണ് കത്ത് നൽകിയത്. കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിൽ കഴിയുന്ന പ്രതിക്ക് നിയമപരമായ അർഹതയില്ലാത്ത ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ ഫയലുകളിൽ ദുരുദ്ദേശപരമായ മാറ്റങ്ങളും കൂട്ടിച്ചേർക്കലുകളും വരുത്തി എന്നാണ് ആരോപണങ്ങൾ. പോലീസ് സംരക്ഷണത്തോടെ പരോളിൽ ഇറങ്ങി കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ അനുമതിയുണ്ടോ എന്ന സുഗതന്റെ ചോദ്യം. അതിന് മറുപടി നൽകിയതിലാണ് ഉദ്യോഗസ്ഥ വീഴ്ച വരുത്തിയത്. പരോൾ ലഭിക്കില്ല എന്ന് മാത്രം മറുപടി നൽകേണ്ടതിന് പകരം അയോഗ്യത ഒഴിവാക്കാനുള്ള വഴി കൂടി ഉദ്യോഗസ്ഥ നിർദ്ദേശിച്ചു. കൗൺസിലിൽ അവധി അപേക്ഷ നൽകി അത് വോട്ടെടുപ്പിലൂടെ പാസാക്കിയാൽ അംഗത്വം സുരക്ഷിതമാക്കാം എന്നായിരുന്നു കത്തിലെ ഉള്ളടക്കം. കോർപ്പറേഷനിലെ BJP ഭരണം അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കാത്ത തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്രയ്ക്ക് സസ്പെൻഷൻ നൽകിയത് എന്തിന് എന്ന ചോദ്യം ജനങ്ങൾ ചോദിക്കുകയാണ്. ആ അവസരത്തിൽ ഒരു വിലയിരുത്തൽ കൂടി പ്രേക്ഷകർക്ക് മുന്നിൽ വെക്കുകയാണ്. ഈ വിലയിരുത്തൽ വളരെ കൃത്യമായി നടത്തിയിരിക്കുന്നത് മുൻ സൈനികൻ കൂടിയായ ഭാസ്കരൻ നായർ അജയൻ. കൗൺസിലർ സുഗതന് നീതി കൊടുത്ത KAS ഉദ്യോഗസ്ഥയ്ക്ക് സസ്പെൻഷൻ. മിസ്റ്റർ മന്ത്രി, താങ്കൾ 1000 ജന്മമെടുത്താൽ പോലും ഒരു KAS കാരനോ KAS കാരിയോ ആകാൻ പറ്റില്ല. സ്ത്രീകൾ പഠിക്കരുത്, ജോലി ചെയ്യരുത് എന്ന ആശയം ഉൾക്കൊള്ളുന്ന നിങ്ങളെ ഓർത്ത് കേരളം ലജ്ജിക്കുന്നു. സത്യം പറയട്ടെ, മതം പറഞ്ഞ് മന്ത്രിയായ ആൾക്ക് തന്റെ വകുപ്പിലെ സ്ത്രീ ഉദ്യോഗസ്ഥയോട് ദേഷ്യം തോന്നിയതും സസ്പെൻഡ് ചെയ്തതും അവർ സ്ത്രീ ആയതുകൊണ്ടോ? തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP ഭരണം അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കാത്ത തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്രയ്ക്ക് സസ്പെൻഷൻ. അവർ സത്യസന്ധയായ ഒരു പെൺകുട്ടിയാണ്. അവരെ ക്രൂശിക്കുമ്പോൾ കേരളം മിണ്ടാതിരിക്കരുത് എന്ന് ഭാസ്കരൻ നായർ അജയൻ കുറിക്കുന്നു. ഡോക്ടർ ചിത്ര P. അരുണിമ, റാങ്ക് 6, സ്ട്രീം 2, KAS, PSC ചരിത്രത്തിൽ പെൺകുട്ടികൾക്ക് മാതൃകയായ പേരാണ്. ഇന്ന് സർവീസിൽ നിന്ന് അവർക്ക് സസ്പെൻഷൻ. എന്താണ് അവർ ചെയ്ത കൊടും കുറ്റം? ജയിലിൽ കിടക്കുന്ന കാപ്പ പ്രതിയായ കൗൺസിലർക്ക് അവധി കൊടുക്കരുത് എന്ന മന്ത്രിയുടെ രാഷ്ട്രീയ താല്പര്യമുള്ള ഫയലിൽ നിയമമനുസരിച്ച് ആഭ്യന്തര വകുപ്പിന്റെ അഭിപ്രായം ചോദിച്ചു. അത്രയേ ഉള്ളൂ. ഇവിടെയാണ് യഥാർത്ഥത്തെ മാടിത്തരം. മന്ത്രിക്ക് എന്ത് അധികാരം? ഒരു കൗൺസിലറെ അയോഗ്യനാക്കേണ്ടത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. കൗൺസിലിന് അവധി കൊടുക്കാൻ അധികാരമുണ്ട്. ഈ രണ്ടിടത്തും ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ആനുകൂല്യം കൊടുക്കരുത് എന്ന ഫയലിൽ എഴുതിയതാരാണ്? മന്ത്രിയല്ലേ. UO നോട്ട്, അൺഒഫീഷ്യൽ നോട്ട്, അത് ക്രിമിനൽ കുറ്റമാണോ? സെക്രട്ടേറിയറ്റ് ദിവസവും 100 കണക്കിന് UO നോട്ട് കൈമാറുന്നുണ്ട്. ഒരു അണ്ടർ സെക്രട്ടറിക്ക് അതിനുള്ള അധികാരമുണ്ട്. അത് ചട്ടവിരുദ്ധമാണെങ്കിൽ മന്ത്രി എത്ര IAS IPS കാരെ സസ്പെൻഡ് ചെയ്യും? എന്തുകൊണ്ട് ഈ ധൃതി? ഒരു KS ഓഫീസറെ സസ്പെൻഡ് ചെയ്യാൻ റൂൾ 10A വെച്ച് 24 മണിക്കൂറിനുള്ളിൽ പൊതുഭരണ സെക്രട്ടറിയെ കൊണ്ട് ഉത്തരവിറക്കിച്ചത് ആരുടെ സമ്മർദ്ദമാണ്? KS വന്നതിന് ശേഷം ആദ്യമായി സസ്പെൻഡ് ചെയ്യപ്പെടുന്നത് ഒരു വനിതയാണ് എന്നത് യാദൃശ്ചികമാണോ? ഇത് സ്ത്രീവിരുദ്ധത അല്ലേ? സെക്രട്ടേറിയറ്റിൽ ഫയൽ അട്ടിമറിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് കോഴക്കേസിൽപ്പെട്ട എത്ര ആണുങ്ങൾ സുഖമായിരിക്കുന്നു? ഒരു പെൺകുട്ടി നിയമം പറഞ്ഞപ്പോൾ മാത്രം ഈ ആർജവം. ഇതാണോ നിങ്ങളുടെ സ്ത്രീ ശാക്തീകരണം? സത്യസന്ധർക്ക് ഇനി എന്ത് സുരക്ഷ? നാളെ ഒരു മന്ത്രി നിയമവിരുദ്ധമായി എന്തെങ്കിലും പറഞ്ഞാൽ ഫയലിൽ സത്യം എഴുതാൻ ഇനി ഏത് ഉദ്യോഗസ്ഥൻ ധൈര്യപ്പെടും? മന്ത്രി പറയുന്നത് കണ്ണടച്ചനുസരിച്ചില്ലെങ്കിൽ ചിത്രയെ പോലെ തെരുവിലാകുമെന്ന സന്ദേശമല്ലേ ഇത്? ഇതൊരു ഉദ്യോഗസ്ഥരുടെ പ്രശ്നമല്ല, നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. കാപ്പ പ്രതി ജയിലിൽ കിടക്കുമ്പോൾ അവനെ സംരക്ഷിക്കാൻ ശ്രമിച്ചവരെ അല്ല, അവന്റെ ഫയൽ നിയമപരമായി പരിശോധിച്ച് പെൺകുട്ടിയാണ് നിങ്ങൾ ക്രൂശിച്ചത്. ലജ്ജാകരം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ KM ഷാജി രാജിവെച്ച് കേരളത്തോട് മാപ്പ് പറയുക എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് മന്ത്രിയുടെ സ്ത്രീ വിരുദ്ധതയാണ് എന്നാണ് ഭാസ്കരൻ നായർ അജയൻ തന്റെ ഫേസ്ബുക്കിൽ വളരെ ശക്തമായി പ്രതിഷേധത്തോടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതേ കത്ത് അതേസമയം പരിശോധനകൾ കൂടാതെ പകർത്തി നൽകിയ ആക്ഷേപത്തിൽ ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറിക്കെതിരെയും അന്വേഷണം നടക്കുന്നുണ്ട്. തദ്ദേശ വകുപ്പ് നൽകിയ കത്ത് അതേപടി കൈമാറിയതിൽ ആഭ്യന്തര മന്ത്രിക്കും വിയോജിപ്പുണ്ടായിരുന്നു. നിലവിൽ ആഭ്യന്തര വകുപ്പിലെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.